ഹലോ വെൽക്കം ടു റെഡ് ഷാർട്ട് ടോക്സ്. നമസ്കാരം, സ്വാഗതം. ഇന്ന് നമ്മൾ നാളത്തെ, അതായത് ഓഗസ്റ്റ് 26 നിഫ്റ്റി 50 ട്രേഡിംഗിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. അതെ, കയ്യിലൊരു 25 കണ്ടവർക്കറിയാം, നല്ല ചാഞ്ചാട്ടമായിരുന്നു. ക്ലോസ് ചെയ്തത് ഏകദേശം ഒരു 24,967 ലെവലിലാണ്. അപ്പോ ഈ ഒരു സാഹചര്യത്തിൽ നാളത്തേക്ക് ഒരു വ്യക്തമായ പ്ലാൻ ഉണ്ടാക്കുക എന്നതാണ് ഈ വിശകലനം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് എവിടെ വാങ്ങാം, എവിടെ വിൽക്കാൻ സാധ്യതയുണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങൾ. അതെ അതെ, പ്രധാനപ്പെട്ട ലെവലുകൾ ഏതൊക്കെ, എവിടെ ശ്രദ്ധിക്കണം, ഇതൊക്കെ നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാം. ഓക്കെ, അപ്പോ ഇന്നത്തെ മാർക്കറ്റ് വെച്ച് തുടങ്ങാം. ഈ പ്ലാൻ 15 മിനിറ്റ് ടൈം ഫ്രെയിം വെച്ചുള്ളതാണല്ലോ അല്ലെ? അതെ, 15 മിനിറ്റ് ചാർട്ടാണ് അടിസ്ഥാനം. അപ്പൊ ഇന്നത്തെ ചാർട്ടിൽ നിന്ന് പ്രധാനമായിട്ടും എന്താ കാണുന്നത്? ശരിക്കും പറഞ്ഞാൽ രണ്ട് കാര്യങ്ങൾ താഴെ ശ്രദ്ധിക്കണം. രണ്ട് പ്രധാനപ്പെട്ട ഡിമാൻഡ് സോണുകളുണ്ട്. അതായത് വില അങ്ങോട്ട് വരുമ്പോൾ വാങ്ങാൻ ആള് വരാൻ സാധ്യതയുള്ള സ്ഥലങ്ങള്. അതെ, വാങ്ങാൻ താല്പര്യമുള്ളവർ സജീവമാകുന്ന ഏരിയകൾ. ഒന്ന് 24,880 തൊട്ട് 24,850 വരെയുള്ള ആ ഒരു റേഞ്ച്. പിന്നെ കുറച്ചുകൂടി താഴെ 24,720 മുതൽ 24,680 വരെയുള്ള മറ്റൊരു സോൺ. ഈ 24,880, 850 അത് മുൻപും ഒരു സപ്പോർട്ടായി വർക്ക് ചെയ്തിട്ടുണ്ടോ? അതാണോ അതിന്റെ പ്രാധാന്യം? അതെ, അതാണ് പ്രധാന കാരണം. മുൻപ് വില ഈ ലെവലിൽ എത്തിയപ്പോൾ നല്ല രീതിയിൽ ബയേഴ്സ് വന്ന് വില മുകളിലേക്ക് പോയിട്ടുണ്ട്. അതുകൊണ്ട് ട്രേഡർമാർ ഇതിനെ ഒരു സ്ട്രോങ് സപ്പോർട്ടായിട്ടാണ് കാണുന്നത്. അപ്പൊ നാളെയും വില അങ്ങോട്ട് വന്നാൽ ഒരു ബൗൺസ് പ്രതീക്ഷിക്കാം. അതെ, അങ്ങനെ ഒരു സാധ്യതയുണ്ട്. ഈ പ്ലാൻ അതാണ് അനുമാനിക്കുന്നത്. ശരി, അതുപോലെ മുകളിലും ഒരു തടസ്സം പറയുന്നുണ്ടല്ലോ, 25,000, 25,050 സോൺ. ഈ 25,000 എപ്പോഴൊരു കടമ്പയാണല്ലേ, സൈക്കോളജിക്കൽ ലെവൽ ആയതുകൊണ്ട്. കറക്റ്റ് ആണ്. 25,000 ഒരു സൈക്കോളജിക്കൽ പോയിന്റ് ആണ്. പലപ്പോഴും അത്തരം റൗണ്ട് നമ്പറുകൾക്ക് അടുത്ത് വരുമ്പോൾ മാർക്കറ്റ് ഒന്ന് പരിങ്ങും, അല്ലെങ്കിൽ അവിടെ നിന്ന് തിരിയാനും സാധ്യതയുണ്ട്. ഇന്നവിടെ തട്ടി താഴേക്ക് വന്നത് കണ്ടു. അതെ, ഇന്ന് ഇൻട്രാഡേയിൽ ആ 25,000, 25,050 സോണിൽ നിന്ന് വില റിജക്റ്റ് ആയി താഴേക്ക് വന്നു. അത് കാണിക്കുന്നത് അവിടെ സെല്ലേഴ്സ് ഉണ്ട്, അതൊരു സപ്ലൈ സോണായി പ്രവർത്തിക്കുന്നു എന്നാണ്. ഓക്കെ, ഇനി ഈ RSI 52 നിൽക്കുന്നു. ന്യൂട്രൽ ആണെന്നാണ് പറയുന്നത്, 50 മുകളിലാണെങ്കിലും. അതിന്റെ അർത്ഥം എന്താണ്? ഒരു ദിശാബോധം ഇല്ലെന്നാണോ? ഏതാണ്ട് അങ്ങനെ പറയാം. RSI 50 അടുത്താണെങ്കിൽ, പ്രത്യേകിച്ച് 40-നും 60-നും ഇടയിലാണെങ്കിൽ മാർക്കറ്റിൽ എന്താ പറയാ, വാങ്ങുന്നവരും വിൽക്കുന്നവരും തമ്മിൽ ഒരു തുല്യ ശക്തിയാണ്. ആർക്കും വ്യക്തമായ മുൻതൂക്കമില്ല, ഒരു കാത്തിരിപ്പ് അവസ്ഥ. അതെ, ഒരു ബ്രേക്ക് ഔട്ടോ ബ്രേക്ക് ഡൗണോ വരുന്നത് വരെ ഈ ഒരു സ്ഥിതി തുടരാം. മനസ്സിലായി. പിന്നെ ദിവസാവസാനം വോളിയം കൂടി എന്ന് കണ്ടു. അതെന്താ സൂചിപ്പിക്കുന്നത്? അത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ലാസ്റ്റ് അവേഴ്സിൽ വോളിയം കൂടുന്നത് പലപ്പോഴും നാളത്തേക്കുള്ള ഒരു പൊസിഷനിങ് നടക്കുന്നു എന്നതിന്റെ സൂചനയാണ്. ട്രേഡർമാർ ചിലപ്പോൾ പുതിയ പൊസിഷൻ എടുക്കുകയോ ഉള്ളത് അഡ്ജസ്റ്റ് ചെയ്യുകയോ ഒക്കെ ആവാം. അപ്പൊ നാളെ ഒരു മൂവ്മെന്റ് പ്രതീക്ഷിക്കാം. സാധ്യതയുണ്ട്. അത് മുകളിലേക്കോ താഴേക്കോ എന്ന് പറയാൻ പറ്റില്ല, പക്ഷെ എന്തോ ഒന്ന് വരാനിരിക്കുന്നു എന്നൊരു സൂചനയായി എടുക്കാം. അപ്പൊ ഇന്നത്തെ അവസ്ഥ ഒരു റേഞ്ചിൽ കളി, താഴെ സപ്പോർട്ട് സോൺ, മുകളിൽ റെസിസ്റ്റൻസ് സോൺ, ന്യൂട്രൽ RSI, പക്ഷെ ലാസ്റ്റ് മിനിറ്റിൽ കൂടിയ വോളിയം. ശരി, ഇനി നാളത്തെ പ്ലാനിലേക്ക് പോകാം. ആദ്യം വില മുകളിലേക്ക് പോയാൽ എന്ത് ചെയ്യണം? രണ്ട് സാധ്യതകൾ പറയുന്നുണ്ട്. അതെ, ആദ്യത്തെ ബുള്ളിഷ് പ്ലാൻ, വില താഴെയുള്ള ആ ഡിമാൻഡ് സോണിൽ, അതായത് 24,880, 24,850 എത്തുമ്പോൾ അവിടെ നിന്നൊരു തിരിഞ്ഞു കയറ്റ് നോക്കുന്നതാണ്. ഓക്കെ, പക്ഷെ ഒരു പ്രധാന കാര്യം, ആ സോണിൽ എത്തിയ ഉടനെ ചാടിക്കേറി വാങ്ങരുത്. അതെന്താ? സപ്പോർട്ട് ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞതല്ലേ? സപ്പോർട്ട് ഉണ്ട്, പക്ഷെ അത് ചിലപ്പോ ബ്രേക്ക് ചെയ്യാനും സാധ്യതയുണ്ടല്ലോ. അപ്പൊ നമുക്കൊരു ഉറപ്പ് വേണം, ഒരു കൺഫർമേഷൻ. എന്ത് തരം കൺഫർമേഷൻ? 5 മിനിറ്റ് അല്ലെങ്കിൽ 15 മിനിറ്റ് ചാർട്ടിൽ ആ സോണിനുള്ളിൽ ഒരു ബുള്ളിഷ് സിഗ്നൽ കാണണം. ഒരു കാൻഡിൽ സ്റ്റിക് പാറ്റേൺ, ഉദാഹരണത്തിന് ഒരു പിൻ ബാർ, താഴോട്ട് നീണ്ട നിഴലുള്ള കാൻഡിൽ, വിലയെ താഴെ നിന്ന് തള്ളിക്കയറ്റുന്നത് പോലെ. അതെ, അല്ലെങ്കിൽ ഒരു ബുള്ളിഷ് എൻഗൾഫിംഗ്, അതായത് തലേന്നത്തെ ചുവപ്പ് കാൻഡിലിനെ മൊത്തത്തിൽ വിഴുങ്ങുന്ന ഒരു പച്ച കാൻഡിൽ. ഇതൊക്കെ വാങ്ങുന്നവർ ശക്തി കാണിക്കുന്നു എന്നതിന്റെ സൂചനയാണ്. ഓക്കെ, അങ്ങനെ ഒരു സിഗ്നൽ കണ്ടാൽ എൻട്രി. സ്റ്റോപ്പ് ലോസോ? സ്റ്റോപ്പ് ലോസ് ആ ഡിമാൻഡ് സോണിന് തൊട്ട് താഴെ, ഏകദേശം 24,820 താഴെ വെക്കാനാണ് ഈ പ്ലാനിൽ പറയുന്നത്. റിസ്ക് കുറയ്ക്കാൻ വേണ്ടി. അതെ, നമ്മുടെ കണക്കുകൂട്ടൽ തെറ്റിയാൽ ചെറിയ നഷ്ടത്തിൽ എക്സിറ്റ് ആകാം. ലാഭം എവിടെ വരെ നോക്കാം? ടാർഗറ്റുകൾ
ആദ്യത്തെ ടാർഗറ്റ് 24,950 അവിടെ എത്തുമ്പോൾ വേണമെങ്കിൽ കുറച്ച് പ്രോഫിറ്റ് ബുക്ക് ചെയ്യാം. രണ്ടാമത്തെ ലക്ഷ്യം മുകളിൽ ആ സപ്ലൈ സോൺ ആണ്, 25,000, 25,050 റേഞ്ച്. ഇതിലെ റിസ്ക് റിവാർഡ് എങ്ങനെയാണ്? ഈ ട്രേഡിൽ നോക്കുമ്പോൾ നമ്മൾ എടുക്കുന്ന റിസ്ക്കും, അതായത് സ്റ്റോപ്പ് ലോസ് വരെയുള്ള ദൂരം, കിട്ടാൻ സാധ്യതയുള്ള റിവാർഡും ടാർഗറ്റ് 2 വരെയുള്ള ദൂരം തമ്മിൽ ഒരു 1.2 റേഷ്യോ വരുന്നുണ്ട്. അത് പൊതുവെ നല്ലതാണ്. ഓക്കെ, ഇത് ആദ്യത്തെ ബുള്ളിഷ് സെറ്റപ്പ്. ഇനി രണ്ടാമതൊരെണ്ണം പറയുന്നുണ്ടല്ലോ, അതൊരു ബ്രേക്ക് ഔട്ട് ട്രേഡ് അല്ലേ? കുറച്ചുകൂടെ അഗ്രസീവ് ആണോ? അതെ, ഇത് കുറച്ചുകൂടി അഗ്രസീവ് ആയിട്ടുള്ള എൻട്രി ആണ്. ഇവിടെ നമ്മൾ താഴെ സപ്പോർട്ടിൽ വാങ്ങുന്നില്ല, പകരം വില മുകളിലെ പ്രധാന റെസിസ്റ്റൻസ് ആയ 25,050 എന്ന ലെവൽ നല്ല വോളിയത്തോടെ ബ്രേക്ക് ചെയ്ത് അതിന് മുകളിൽ പിടിച്ചു നിന്നാൽ മാത്രം ലോങ് എൻട്രി എടുക്കുന്നതിനെ കുറിച്ചാണ് പറയുന്നത്. ഈ പിടിച്ചു നിന്നാൽ എന്നുള്ളത് പ്രധാനമാണ് അല്ലെ? അല്ലെങ്കിൽ ഫാൾസ് ബ്രേക്ക് ഔട്ട് ആകാം. വളരെ പ്രധാനം. അതാണ് ഇതിലെ റിസ്ക്. വില മുകളിലേക്ക് പോയെന്ന് തോന്നിപ്പിച്ച് പെട്ടെന്ന് താഴേക്ക് വരും. അതുകൊണ്ടാണ് നല്ല വോളിയത്തോടെ മുകളിൽ സസ്റ്റെയിൻ ചെയ്യണം എന്നൊക്കെ പറയുന്നത്. അപ്പൊ അങ്ങനെ എൻട്രി എടുത്താൽ സ്റ്റോപ്പ് ലോസ് എവിടെ വെക്കും? സ്റ്റോപ്പ് ലോസ് ആ ബ്രേക്ക് ചെയ്ത ലെവലിന് തൊട്ടു താഴെ, അതായത് 25,000 താഴെ വെക്കണം. ടാർഗറ്റുകളോ? ടാർഗറ്റുകൾ 25,120, പിന്നെ 25,180. അങ്ങനെയാണ് പ്ലാനിൽ കൊടുത്തിരിക്കുന്നത്. ശരി, അപ്പൊ മുകളിലേക്ക് പോകാൻ 2 വഴികൾ. ഒന്നുകിൽ താഴെ സപ്പോർട്ടിൽ നിന്ന്, അല്ലെങ്കിൽ മുകളിലെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്തതിന് ശേഷം. ഇനി മാർക്കറ്റ് താഴേക്കാണ് പോകുന്നതെങ്കിലോ? അതിനും 2 സാധ്യതകൾ ഈ പ്ലാൻ പറയുന്നുണ്ട്. അതെ, ആദ്യത്തെ ഷോർട്ട് സെറ്റപ്പ്, അതായത് വില താഴോട്ട് പോകുമെന്ന് പ്രതീക്ഷിച്ചുള്ള ട്രേഡ്, അത് പരിഗണിക്കേണ്ടത് വില മുകളിലെ ആ സപ്ലൈ സോണിൽ 25,000, 25,050 എത്തുകയും അവിടെ ഒരു റെസിസ്റ്റൻസ് എടുത്ത് താഴേക്ക് തിരിയുന്നതിന്റെ ലക്ഷണങ്ങൾ കാണിക്കുമ്പോഴുമാണ്. ഇവിടെയും ഒരു കൺഫർമേഷൻ വേണം അല്ലേ? നേരത്തെ പറഞ്ഞ പോലെ തീർച്ചയായും അവിടെ ഒരു ബെയറിഷ് സിഗ്നൽ കാണണം. ഒരു ബെയറിഷ് കാൻഡിൽ സ്റ്റിക് പാറ്റേൺ, ഉദാഹരണത്തിന് ബെയറിഷ് എൻഗൾഫിംഗ്, അല്ലെങ്കിൽ ഒരു ഷൂട്ടിംഗ് സ്റ്റാർ പോലെ മുകളിലേക്ക് നീണ്ട നിഴലുള്ള കാൻഡിൽ, റിജക്ഷൻ വിക്ക്, ഇതൊക്കെ സെല്ലേഴ്സ് കൺട്രോൾ എടുക്കുന്നു എന്ന് കാണിക്കുന്നു. അങ്ങനെ ഒരു സിഗ്നൽ കിട്ടിയാൽ ഷോർട്ട് ചെയ്യാം. സ്റ്റോപ്പ് ലോസും ടാർഗറ്റും. സ്റ്റോപ്പ് ലോസ് ആ സപ്ലൈ സോണിന് തൊട്ട് മുകളിൽ, ഒരു 25,080 ലെവലിന് മുകളിൽ. ഓക്കെ. ആദ്യത്തെ ടാർഗറ്റ് TP1 24,920. അവിടെയും ബ്രേക്ക് ചെയ്താൽ രണ്ടാമത്തെ ടാർഗറ്റ് TP2 താഴെയുള്ള ആ ഡിമാൻഡ് സോൺ ആണ്, 24,880, 24,850. ശരി, ഇനി രണ്ടാമത്തെ ബിയറിഷ് പ്ലാൻ, അത് താഴെയുള്ള സപ്പോർട്ട് ബ്രേക്ക് ചെയ്യുന്നതിനെ ആശ്രയിച്ചാണോ? അതെ, ഇതൊരു ബ്രേക്ക് ഡൗൺ ഷോട്ട് ആണ്. വില താഴെയുള്ള ആ പ്രധാന സപ്പോർട്ട് 24,850 ഭേദിച്ച് അതിന് താഴെ ക്ലോസ് ചെയ്ത് നിൽക്കുകയാണെങ്കിൽ ബ്രേക്ക് ഡൗൺ ആൻഡ് സസ്റ്റെയിൻ ഷോർട്ട് എൻട്രി നോക്കാം. വോളിയം ഇവിടെയും പ്രധാനമാണോ? നല്ല വോളിയത്തോടെയുള്ള ബ്രേക്ക് ഡൗൺ ആണെങ്കിൽ കൂടുതൽ വിശ്വാസ്യതയുണ്ട്. ഈ ബ്രേക്ക് ഡൗൺ ഷോർട്ടിന്റെ സ്റ്റോപ്പ് ലോസും ടാർഗറ്റുകളും? സ്റ്റോപ്പ് ലോസ് 24,900 മുകളിൽ വെക്കാനാണ് ഈ പ്ലാനിൽ നിർദ്ദേശം. ആദ്യ ടാർഗറ്റ് 24,880. അത് കഴിഞ്ഞാൽ അടുത്ത പ്രധാന സപ്പോർട്ട് സോണായ 24,720, 24,680 വരെ താഴേക്ക് പോവാൻ സാധ്യതയുണ്ട്. കൊള്ളാം. അപ്പൊ മുകളിലേക്കും താഴേക്കും ഓരോ സാഹചര്യത്തിനും വ്യക്തമായ എൻട്രി, സ്റ്റോപ്പ് ലോസ്, ടാർഗറ്റ് ഒക്കെയുള്ള പ്ലാനുകൾ. ഇത് വളരെ ക്ലിയർ ആണ്. അതെ, ഇനി ഈ പ്ലാനുകളെ ഒക്കെ അടിസ്ഥാനമാക്കി നാളത്തേക്കുള്ള ഒരു പൊതുവായ നിലപാട് എന്തായിരിക്കണം? ഒരു ബയസ്, എങ്ങോട്ടാണ് സാധ്യത കൂടുതൽ എന്ന്. ഈ വിശകലനം പറയുന്നത് വില 24,880 എന്ന ലെവലിനും മുകളിൽ നിൽക്കുന്നിടത്തോളം കാലം നമുക്കൊരു നേരിയ ബുള്ളിഷ് ബയസ് വെക്കാം. അതായത് താഴെ ഡിമാൻഡ് സോണിൽ കിട്ടുന്ന വാങ്ങാനുള്ള അവസരങ്ങൾക്ക് ഒരു മുൻഗണന കൊടുക്കാം. പക്ഷേ ആ 24,500 ബ്രേക്ക് ചെയ്താലോ? അപ്പൊ കളി മാറുമോ? തീർച്ചയായും. വില 24,880 ബ്രേക്ക് ചെയ്ത് അതിന് താഴെ ട്രേഡ് ചെയ്യാൻ തുടങ്ങിയാൽ ആ ബുള്ളിഷ് ബയാസ് മാറ്റണം. പിന്നെ നമ്മൾ ബേറിഷ് സൈഡിലേക്ക് നോക്കണം. അങ്ങനെ വന്നാൽ അടുത്തൊരു പ്രധാന സപ്പോർട്ട് വരുന്നത് 24,700 ലെവലിലാണെന്നും അവിടേക്ക് വില എത്താൻ സാധ്യതയുണ്ടെന്നും പ്ലാൻ പറയുന്നു. ഇതിൽ വേറൊരു കാര്യം ശ്രദ്ധിച്ചത്, ട്രേഡ് ചെയ്യാൻ അത്ര നല്ലതല്ലാത്തൊരു സോൺ പറയുന്നുണ്ട്. 24,900-നും 24,950-നും ഇടയിൽ ഒരു 50 പോയിന്റ് റേഞ്ച്. അത് പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആണ്.
എന്തുകൊണ്ടാണ് അവിടെ ട്രേഡ് ചെയ്യരുതെന്ന് പറയുന്നത്? ആ ഏരിയ ഒരു ചോപ്പ് സോൺ ആകാൻ സാധ്യതയുണ്ട്. അതായത് വില വ്യക്തമായ ദിശയില്ലാതെ ആ റേഞ്ചിനുള്ളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചാടി കളിക്കാൻ സാധ്യതയുണ്ട്. ഒരു ഒരു കൺഫ്യൂഷൻ സോൺ. സ്റ്റോപ്പ് ലോസ് അടിക്കാൻ ചാൻസ് കൂടുതലാണ്. അതെ, അവിടെ ട്രേഡ് ചെയ്താൽ മിക്കവാറും സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ആവും, വെറുതെ ബ്രോക്കറേജ് പോവും, നഷ്ടവും വരും. അതുകൊണ്ട് ഒന്നുകിൽ 24,950 മുകളിലേക്ക് ഒരു ക്ലിയർ ബ്രേക്ക് ഔട്ട്, അല്ലെങ്കിൽ 24,900 താഴേക്ക് ഒരു ക്ലിയർ ബ്രേക്ക് ഡൗൺ. അതുവരെ ആ സോണിൽ മാറി നിൽക്കുന്നതാണ് നല്ലതാണ് ഈ പ്ലാൻ പറയുന്നത്. അത് നല്ലൊരു നിർദ്ദേശമാണ്. അപ്പൊ മൊത്തത്തിൽ നോക്കുമ്പോ ഏറ്റവും നല്ല സ്ട്രാറ്റജി എന്തായിരിക്കും? ഏറ്റവും പ്രധാനം ക്ഷമ. നമ്മൾ ഈ പറഞ്ഞ പ്രധാന സോണുകളിൽ, അതായത് 24,880, 850 ഡിമാൻഡ് സോൺ, അല്ലെങ്കിൽ 25,050 സപ്ലൈ സോൺ, ഇവിടെയൊക്കെ വില എത്തുമ്പോ എന്ത് സംഭവിക്കുന്നു നോക്കുക. വെറുതെ ലെവൽ എത്തി എന്ന് കരുതി ചാടി കയറരുത്. അരുത്. അവിടെ എന്ത് പ്രൈസ് ആക്ഷൻ ആണ് കാണിക്കുന്നത് നോക്കണം. എന്നിട്ടൊരു ബുള്ളിഷ് അല്ലെങ്കിൽ ബെയറിഷ് സിഗ്നൽ, ഒരു കാൻഡിൽ സ്റ്റിക് പാറ്റേൺ അല്ലെങ്കിൽ വോളിയം നോക്കി അത് കൺഫേം ചെയ്തതിനു ശേഷം മാത്രം എൻട്രി എടുക്കുക, കൃത്യമായ സ്റ്റോപ്പ് ലോസ് വെച്ചിട്ട്. അതായത് പ്ലാൻ റെഡിയാക്കി വെക്കുക, പക്ഷെ ട്രിഗർ വരുന്നത് വരെ കാത്തിരിക്കുക. അതെ അതെ, കൺഫർമേഷന് കാൻഡിൽസ് നോക്കാം, വോളിയം നോക്കാം, RSI പോലുള്ള ഇൻഡിക്കേറ്ററുകൾ ന്യൂട്രൽ സോണിൽ നിന്ന് മുകളിലേക്കോ താഴേക്കോ മാറുന്നുണ്ടോ എന്നും ശ്രദ്ധിക്കാം. ഈ ഇൻട്രാഡേ സ്കാൽപ്പർമാർക്ക് ചെറിയ ലാഭം എടുക്കുന്നവർക്ക് എന്തെങ്കിലും പ്രത്യേക നിർദ്ദേശം ഇതിലുണ്ടോ? ഉണ്ട്. സ്കാൽപ്പർമാർക്ക് ഈ സോണുകൾക്കിടയിലുള്ള മൂവ്മെന്റ്സ് നോക്കാം. സോൺ ടു സോൺ ട്രേഡിംഗ് എന്ന് പറയും. ഉദാഹരണത്തിന് 24,880, 850 നിന്ന് ബുള്ളിഷ് സിഗ്നലിൽ വാങ്ങി 24,950 എത്തുമ്പോൾ എക്സിറ്റ് ചെയ്യാം. അല്ലെങ്കിൽ മുകളിൽ 25,000 5 രൂപം എല്ലിൽ നിന്ന് ഷോർട്ട് ചെയ്ത് 24,920 അല്ലെങ്കിൽ 880 സോണിൽ കവർ ചെയ്യാം. അതെ, പക്ഷെ സ്കാൽപ്പർമാർ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്, ഫോമോ, അതായത് ഫിയർ ഓഫ് മിസ്സിംഗ് ഔട്ട്. അയ്യോ, അവസരം പോയെന്ന് പേടിച്ച് പ്ലാൻ ഇല്ലാതെ ട്രേഡ് ചെയ്യരുത്. വ്യക്തമായ സെറ്റപ്പ് കിട്ടിയാൽ മാത്രം റിസ്ക് മാനേജ് ചെയ്ത് ചെയ്യുക. ശരി, അപ്പോ ചുരുക്കി പറഞ്ഞാൽ നാളത്തേക്കുള്ളൊരു റോഡ് മാപ്പ് പോലെ ഇത് ഉപയോഗിക്കാം. പ്രധാന ലെവലുകൾ താഴെ 24,850, 80, മുകളിൽ 25,000. ഇവിടെ വില എങ്ങനെ പെരുമാറുന്നു എന്ന് നോക്കി കൺഫർമേഷനോടെ ട്രേഡ് എടുക്കാം. സ്റ്റോപ്പ് ലോസും ടാർഗറ്റും മനസ്സിൽ വെക്കണം. ഇടയിലുള്ള 24,900, 950 സോണിൽ കുറച്ചൊന്ന് ശ്രദ്ധയും വേണം. വളരെ ശരിയാണ്. ഈ പ്ലാനിന്റെ ഒരു മെച്ചം എന്താണെന്ന് വെച്ചാൽ, മാർക്കറ്റ് ഇനി എങ്ങോട്ട് പോകും എന്ന് നമുക്ക് ഉറപ്പിച്ചു പറയാൻ പറ്റില്ലല്ലോ. ഇല്ല. പക്ഷേ ഓരോ സാഹചര്യത്തിലും എങ്ങനെ റിയാക്ട് ചെയ്യണം എന്നതിനെ കുറിച്ച് ഒരു ധാരണ കിട്ടും. വെറും ഊഹത്തിന് പകരം ഒരു സിസ്റ്റമാറ്റിക് അപ്രോച്ച് കൊണ്ടുവരാൻ ഇത് സഹായിക്കും. ലെവലുകൾ ശ്രദ്ധിക്കുക, സിഗ്നലിനായി കാത്തിരിക്കുക, റിസ്ക് കൺട്രോൾ ചെയ്യുക, അതാണ് പ്രധാനം. തീർച്ചയായും ഈ വിവരങ്ങൾ കേൾക്കുന്ന നിങ്ങൾക്ക് നാളത്തെ മാർക്കറ്റിനെ നേരിടാൻ സഹായകമാകും എന്ന് കരുതുന്നു. നിങ്ങളുടെ സ്വന്തം അനാലിസിസിന് ഇതൊരു സഹായമാവട്ടെ. പക്ഷെ ഒന്നുണ്ട്, ഇതൊരു ഫിനാൻഷ്യൽ അഡ്വൈസ് അല്ല, പഠനാവശ്യത്തിനുള്ള ഒരു ചർച്ച മാത്രമാണ്. അതെ, ട്രേഡിംഗ് തീരുമാനങ്ങൾ എപ്പോഴും സ്വന്തം റിസ്കിൽ നന്നായി മനസ്സിലാക്കിയ ശേഷം മാത്രം എടുക്കുക. ഒരു അവസാന ചിന്ത കൂടി പറയാം. ഈ 25,000 പോലുള്ള റൗണ്ട് നമ്പറുകൾ അല്ലെങ്കിൽ സൈക്കോളജിക്കൽ ലെവലുകൾ, ഇതൊക്കെ ശരിക്കും ട്രേഡർമാരുടെ മനസ്സിനെ എങ്ങനെയാണ് സ്വാധീനിക്കുന്നത്? നാളെ മാർക്കറ്റ് തുറക്കുമ്പോൾ വില ആദ്യം താഴെയുള്ള ഡിമാൻഡ് സോണിനോടാണോ, 24,880, 850, അതോ മുകളിലുള്ള സപ്ലൈ സോണിനോടാണോ, 25,050, കൂടുതൽ ശക്തമായി പ്രതികരിക്കുന്നത്? അത് ശ്രദ്ധിക്കുന്നത് ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും. അതെ, അത് അന്നത്തെ മാർക്കറ്റിന്റെ ഒരു സെന്റിമെന്റ് മനസ്സിലാക്കാൻ സഹായിച്ചേക്കാം. നിങ്ങൾ നാളത്തെ മാർക്കറ്റിനെ ഈ പ്ലാൻ വെച്ച് എങ്ങനെയായിരിക്കും കാണുക? അതൊന്ന് ആലോചിച്ച് നോക്കൂ.